ഇത് ഞങ്ങൾ അഞ്ചലൊരു വീട്ടിൽ ഡോക്ടറെ വീട്ടിൽ PPR വർക്ക് ചെയ്തതാണ്. അപ്പം ഡോക്ടർക്ക് അത് നമ്മൾ ചെയ്തത് ജസ്റ്റ് ഒരു വീഡിയോ ആക്കി ഇട്ട് വീഡിയോ ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അതിനകത്തുള്ള വാൽവുകളും പ്രഷർ പമ്പിലേക്കുള്ള വാൽവുകളും ടാങ്കിൽ നിന്ന് വരുന്ന വാൽവുകളും തമ്മിലുള്ള കണക്ഷനായിട്ട് വരുന്നുള്ള വാൽവുകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. പ്രഷർ പമ്പിലേക്കും സോളാറിലേക്കും പോകുന്ന വാൽവുകളും ഡയറക്റ്റ് വരുന്നതും പ്രഷർ ഇല്ലെങ്കിൽ പ്രഷർ മോട്ടോർ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പോകാനും, അതല്ലാതെ പ്രഷറിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് പ്രഷർ വാൽവ് ഓണാക്കി ഡയറക്റ്റ് വാൽവ് ക്ലോസ് ചെയ്തുകൊണ്ടുള്ളത് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുത്തതാണ്. ആ ലൈനും ഈ ലൈനും ഓണാക്കും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഈ വാൽവ് പ്രഷർ പമ്പ് ഓണാക്കുമ്പോൾ അടച്ച് തന്നെ ഇടണം. അല്ലെന്നുണ്ടെങ്കിൽ പ്രഷർ ചെയ്ത് കയറി വരുന്ന വെള്ളം റിട്ടേൺ കയറിപ്പോവും. റിട്ടേൺ ടാങ്കിലേക്കും പോവും, റിട്ടേൺ മോട്ടറിലേക്കും പോകും. അങ്ങനെ വരരുത്. അപ്പോൾ ഇത് അടച്ചിടുക. തിരിച്ച് നേരെ ഇത് ഏറ്റവും താഴെ ഒരു വാൽവുണ്ട്, മുകളിലൊരു വാൽവുണ്ട്. ഏറ്റവും താഴത്തെ വാൽവ് താഴത്തെ ലൈൻ ക്ലിയർ ചെയ്യും. ഈ ഒരു വാൽവ് വെച്ചേക്കെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ലൈൻ ക്ലിയറും ആവും, മൊത്തത്തിലെ ലൈൻ ഓഫാവും. തൊട്ട് താഴെ ബാത്റൂമിൽ ലൈൻ വാൽവ് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വാൽവ് അഡീഷണൽ വെച്ചേക്കാണ്. അപ്പോൾ അത് മൊത്തം ക്ലോസ് ആവും. ഇതാണ് നമുക്ക് സോളാറിലേക്ക് ഇതിൻ്റെ പ്രഷറിൻ്റെ ഔട്ടിൽ നിന്നും സോളാറിലേക്ക് ലൈൻ എടുത്തേക്കുന്നത്. അത് നമുക്ക് പ്രഷർ പമ്പ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഈ ലൈൻ കൊടുത്തിട്ടിരുന്നാൽ മതി. പക്ഷേ ഈ ടാങ്കിൽ നിന്നുള്ള ഫ്ലോയിൽ നമുക്ക് പോർട്സ് കുറവായിരിക്കും, വെള്ളം പോകും. പ്രഷർ പമ്പ് ഓണാക്കി കൊടുക്കുമ്പോൾ ഈ ലൈൻ ഓണാക്കുമ്പോൾ ഈ ലൈൻ ഓണാക്കി കിടന്നാൽ മതി. ഈ ലൈനിലൂടെ നേരെ ഡയറക്റ്റ് പ്രഷർ ചെയ്തിട്ട് വെള്ളം സോളാറിലേക്ക് പോകും. ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിക്കും. കറക്റ്റ് അല്ലേ പറഞ്ഞത്? ഞാൻ കുടിച്ചാൽ പറഞ്ഞുതരാം. നോക്കി ഇങ്ങോട്ട് ഞാൻ പിടിക്കും പറഞ്ഞു. ഈ ടാപ്പിനകത്തോട്ട് നോക്കണം. ഇത് നമ്മൾ മോട്ടറിലേക്ക് പോകുന്ന ടാങ്കിൽ നിന്ന് വന്ന് മോട്ടറിലേക്ക് പോകുന്ന ലൈൻ. നമ്മൾ പ്രഷർ പമ്പ് കംപ്ലൈൻ്റ് ആകുമ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്യുക. ഇതിൻ്റെ ഔട്ട് ഇതും ഇത് ഇന്നും, പ്രഷർ പമ്പിൻ്റെ ഇന്നും പ്രഷർ പമ്പിൻ്റെ ഔട്ട് ഇതാണ്. പ്രഷർ പമ്പിന് കംപ്ലൈൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വർക്ക് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ടാങ്കിൽ നിന്ന് നേരെ വന്ന് ഡയറക്റ്റ് ഇത് വരുമ്പോൾ പ്രഷർ പമ്പിന് ഇല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്തുകൊണ്ട് ഈ ടാങ്കിൻ്റെ വാൽവ് ഓപ്പണാക്കി കൊടുക്കുക. ഇത് ഓപ്പണാക്കിക്കൊണ്ട് തിരിച്ച് നമ്മൾ സോളാറിലേക്ക് പോകുന്ന ലൈനും ഓണാക്കി കൊടുക്കുക. അത് പ്രഷർ പമ്പ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഈ ലൈൻ ഓണാക്കി കിടന്നാൽ കുഴപ്പമൊന്നുമില്ല. ഈ ലൈനിൽ നേരെ അങ്ങ് വെള്ളം പോകും. തിരിച്ച് നമുക്ക് താഴോട്ടുള്ള ലൈനാണ്. താഴോട്ടുള്ളതെന്ന് പറഞ്ഞാൽ തൊട്ട് ബാത്റൂമിൻ്റെയും